അസ്സലാമു അലൈക്കും. ഞാൻ റഫീഖ് ചക്രപ്പാടം. പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എൻ്റെയും ഞങ്ങളുടെ മഹലിൻ്റെയും ചക്രപ്പാട് നിവാസികളൊക്കെ വലിയ പെരുന്നാൾ ആശംസകൾ. അപ്പോൾ നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാം. ഞങ്ങളെ ചക്രപ്പാടത്തിൻ്റെ എന്താ പറയുക, പെരുന്നാളിന് നമസ്കാരവും പെരുന്നാളിന് ഈ സന്ദേശം കൈമാറുന്നതും എല്ലാമായിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ വന്നിരിക്കുകയാണ്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായി കണ്ടവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പെരുന്നാൾ നിസ്കാരം ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാ സഹോദരങ്ങളും എത്രയും പെട്ടെന്ന് പള്ളിയിലേക്ക് എത്തിച്ചേരുക. പെരുന്നാൾ നിസ്കാരത്തിന്റെ നിയ്യത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. മുസല്ലി സ്വലാത്ത് സുന്നത്തി ഈദിൽ അദ്ഹാ റകഅത്തൈൻ മുതവജ്ജിഹത്തിൽ ഖിബ്ലത്തി അദാ ലില്ലാഹി തആല. പെരുന്നാൾ നിസ്കാരം 2 റകഅത്ത് ഖിബ്ലക്ക് മുന്നിട്ട് ഇമാമോടുകൂടി അതായിട്ട് അല്ലാഹു തആലയ്ക്ക് വേണ്ടി നമസ്കരിക്കുന്നു എന്ന് നിയത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുക. ഒന്നാമത്തെ തക്ബീറത്തിന് ശേഷം ഇഫ്തിതാഹിന്റെ ദുആ. തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞാൽ വജ്ഹത്തു നമ്മൾ വലാറുള്ള ഇഫ്തിതാഹിന്റെ ദുആ വജ്ഹത്തു വജീലതി. ഇഫ്തിതാഹിന്റെ ദുആ കഴിഞ്ഞതിന് ശേഷം ഒന്നാമത്തെ റകഅത്തിൽ 7 തക്ബീർ. ഓരോ തക്ബീറിന്റെ ഇടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന തസ്ബീഹ് ചൊല്ലുക. അതിനുശേഷം ഫാത്തിഹ ഓതി, സൂറത്ത് ഓതി. അതിനുശേഷം രണ്ടാമത്തെ റകഅത്തിൽ തക്ബീറിന് ശേഷം ഓരോ തക്ബീറിന് ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ 5 തക്ബീർ, ഫാത്തിഹ, സൂറത്ത് ഓതി സാധാരണ നിസ്കാരം നിർവഹിക്കുന്നത് പോലെ നമ്മൾ നിസ്കാരം നിർവഹിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിസ്കാരം അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അതേപോലെ നിസ്കാരത്തിന് ശേഷം ഖുതുബയും അതേപോലെ ഈദിന്റെ സന്ദേശങ്ങളും എല്ലാം കൈമാറി
പരസ്പരം മുസാഫഹാത്ത് ചെയ്ത് സന്തോഷത്തോടു കൂടി എല്ലാവരും പിരിഞ്ഞു പോകണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിസ്കാരത്തിലേക്ക് കടക്കുകയാണ്. Alhamdulillah. Allahu Akbar, Allahu Akbar, Allahu Akbar, Allahu Akbar. അഞ്ചും കള്ളന്മാരാണ്. എല്ലാ സഹോദരന്മാർക്കും ചക്കരപ്പാടം മഹല്ലിൻ്റെയും മഹല്ല് കമ്മിറ്റിയുടെയും എൻ്റെയും പേരിൽ എല്ലാവിധ പെരുന്നാൾ ആശംസകളും നേരുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷവും അടുത്ത പെരുന്നാളും 20 പെരുന്നാളുകളും അതുപോലെ സന്തോഷിക്കുവാൻ അള്ളാഹു എല്ലാവിധ തൗഫീഖും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ്.
ചക്രപ്പാടം നിവാസികളെ ഏവർക്കും ചക്രപ്പാടം മഹലിൻ്റെ എളിയ പ്രവർത്തകൻ എന്നുള്ള നിലക്കും അതോടൊപ്പം തന്നെ മഹല്ല് കമ്മിറ്റിക്ക് വേണ്ടിയും ത്യാഗത്തിൻ്റെ സ്മരണകൾ ഉണർത്തുന്ന വലിയ പെരുന്നാൾ ആശംസകൾ നേർന്നുകൊള്ളുന്നു. عليكم السلام. عيد مبارك. എടാ ഏനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് ഞങ്ങളുടെ പുതിയകാവ് മഹല്ല്. കാരണം ചക്രപ്പാടം മഹല്ല് പോലെ ഒരുപാട് മഹല്ലുകൾ ഈ പുതിയകാവ് പള്ളിയുടെ കീഴിലുണ്ട്. ഞങ്ങളുടെയൊക്കെ ഖബർസ്ഥാൻ ഇവിടെയാണ്. നമ്മുടെ നാട്ടിൽ പെരുന്നാൾ ആയിക്കോട്ടെ, പെരുന്നാൾ നമസ്കാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ഇവിടേക്ക് വരിക. ഞങ്ങളുടെയൊക്കെ കാരണന്മാരൊക്കെ അന്തിയുറങ്ങുന്ന സ്ഥലം ഇവിടെയാണ്, ഈ ഖബർസ്ഥാനിലാണ്. ആ ഖബർസ്ഥാനിലേക്ക് ഈ പുതിയകാവ് പള്ളിയിലും ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള മഹല്ലുകളിലുള്ള ആളുകളുടെയൊക്കെ പാപ്പയും സഹോദരങ്ങളും ഉമ്മയും പെങ്ങന്മാരും അങ്ങനെ ഒരുപാട് ആളുകൾ അന്തിയുറങ്ങുന്ന ഈ ഖബർസ്ഥാനിൽ വന്ന് ഒരു സലാം പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടൊക്കെ ഞങ്ങൾ ഇറങ്ങി പോകാറുള്ളത്, തിരിച്ച് വീട്ടിലേക്ക് പോകാറുള്ളത്. ഇവിടെ അന്തിയുറങ്ങുന്ന എല്ലാവരും അവരവരുടെ ബന്ധുക്കളെ കാത്ത് കിടക്കുന്നുണ്ട്. ഇവിടെ വന്ന് ഒരുപാട് നേരം അവരോട് സംസാരിച്ച് അവരുടെ ഖബറിൽ വന്നിരുന്ന് അവർക്ക് വേണ്ടി പടച്ചവനോട് ദുആ ചെയ്തിട്ടൊക്കെ പോരുമ്പോൾ ഒരു വല്ലാത്തൊരു സമാധാനം അവിടെ എല്ലാവർക്കും ഉണ്ടാകും. ഇപ്പോൾ ഈ കാണുന്നതെല്ലാം അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ്. എല്ലാവരും അവരവരുടെ വാപ്പയുടെ ഖബറിലും, ഞാൻ പോകുന്നത് എൻ്റെ വാപ്പയുടെ ഖബറിൻ്റെ അടുത്തേക്കാണ്. ഇവിടെ തന്നെ എൻ്റെ വല്യപ്പാടെ ഖബറുണ്ട്, അതുപോലെ എൻ്റെ മാമയുടെ ഖബറുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ഞങ്ങളുടെ മഹല്ലിൽപ്പെട്ട ഒരുപാട് ആളുകളുടെ ഖബർസ്ഥാൻ ഇവിടെയാണ്. അവരെല്ലാവരും അന്തിയുറങ്ങുന്നത്. ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ ഒരുപാട് ആളുകൾക്ക് സഹായങ്ങളും പള്ളികൾക്കൊക്കെ വേണ്ടി ഓടി നടന്നിരുന്ന ആളുകൾ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ സഹോദരങ്ങളൊക്കെ അന്തിയുറങ്ങുന്നത് ഇവിടെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ.
അവരിൽ നിന്ന് വന്നുപോയ എല്ലാ ദോഷങ്ങളെയും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നാളെ അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഇവരോടൊപ്പം നമ്മളും അവൻ്റെ സ്വർഗത്തിൽ ഒന്ന് ചേരാൻ തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ.